5 വർഷം ഇത്രയും കാലം അവര് ഷാർജയിൽ തന്നെ ആയിരുന്നോ? എൻ്റെ മോൾ അതിന് മുമ്പേ ഷാർജയിൽ ജോലി ഉണ്ടായിരുന്നു. എൻ്റെ മോക്ക് എന്നെ 3 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഇത് മാട്രിമോണിയെ കണ്ട വിവാഹമോ മോളെ. അതായത് ഇവര് എത്ര ഈ വിവാഹം കഴിഞ്ഞ ശേഷം നാട്ടിൽ വരാൻ സാധിച്ചിരുന്നു? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, അതോ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു? അമ്മയ്ക്ക് മകളെ കാണാൻ സാധിച്ചിരുന്നോ? എൻ്റെ മോള് ഏതോ 2 പ്രാവശ്യമാണ് പിന്നെ വന്നിട്ടുള്ളത്. ഒന്ന് കുഞ്ഞിന് ചോറൂണിന്, അതിന് മുമ്പൊരു ദിവസം എന്തോ ഒരു വിശേഷത്തിന് വന്ന്. അതേ ഉള്ള എൻ്റെ മോള് നാട്ടിൽ വന്നത്. അവൻ ആ കുഞ്ഞിൻ്റെ ചോറൂണിന് പോലും അവൻ വന്നില്ല. അവൻ്റെ പെങ്ങളും കൊച്ചുമായിട്ട് വന്ന് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു ചെന്നപ്പോൾ അവൻ്റെ പെങ്ങളും കൊച്ചുമായിട്ട് ഉത്സവം കാണാനും ആരാണ്ട കല്യാണം കൂടാനും പെങ്ങളും കൊച്ചുമായിട്ട് വന്ന്. പെങ്ങൾക്ക് ഒരു കാരണവശാലും എൻ്റെ മോളെ കൊണ്ടുവരുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവസാനം എൻ്റെ മോക്ക് ഭർത്താവിനെ വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. അവളെ എപ്പോഴും ഒരു വീക്കെൻഡ് വന്നാൽ പോലും എൻ്റെ മോളിരിക്കാൻ അവളെ ഭർത്താവിനും കൊച്ചിനും ഇരിക്കാനൊക്കത്തില്ല. അവളങ്ങ് വിളിപ്പിക്കും, അല്ലെങ്കിൽ അവൻ്റെ കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മോള് അവളെ ഭർത്താവിനോട് മെസ്സേജ് അയച്ച് കെഞ്ചി, ചേട്ടാ എൻ്റെ ഭർത്താവിനെ ഇങ്ങ് വിട്ടുക, ഞാനും എൻ്റെ കൊച്ചും ഭർത്താവുമായിട്ടൊന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ചേട്ടൻ അവരോട് പറയുന്നു 100 വട്ടം എൻ്റെ മോള് കെഞ്ചി പറഞ്ഞ്. എന്നിട്ടും കേട്ടില്ല. അവളെ ഭർത്താവ് അവളെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുകയെന്ന് അന്ന് അച്ഛനും മോനും പറഞ്ഞത്. മതിയായില്ലേ? എൻ്റെ കൊച്ചു ജീവിച്ചു കൊതി തീർന്നില്ല. അവൻ്റെ അഫയർ അറിഞ്ഞപ്പോഴും പറഞ്ഞടാ, ഞാൻ അതും സഹിക്കാൻ തയ്യാറായി, എന്നാലും നീയും കുഞ്ഞും എൻ്റെ കൂടൊപ്പം വേണമെന്ന് മാത്രമേ അവൾ പറഞ്ഞോളൂ. നിൻ്റെ പണവും ഞങ്ങൾക്ക് വേണ്ട, നീ എന്നോടൊപ്പം ഉണ്ടാവണം, നീയും കൊച്ചും എന്നോടൊപ്പം ഉണ്ടാവണം, അതേ ഉള്ളൂ, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അവനത് ചിന്തിച്ചില്ല. അവൻ്റെ പെങ്ങൾക്കും കൊച്ചിനും അച്ഛനും വേണ്ടി മാത്രം ജീവിച്ച് കണ്ട പെണ്ണുങ്ങൾക്കും. ഇദ്ദേഹത്തിന് മറ്റു ബന്ധങ്ങളുണ്ടായിരുന്നു പറയുന്നത്. എനിക്ക് ഒന്നേ ഉള്ളു പറയാനാ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെന്ന്. അതെല്ലാം ഞാൻ അറിയുന്നില്ലല്ലോ, ഈ ഫേസ്ബുക്ക് വഴി ഇതെല്ലാം എൻ്റെ മോള് കണ്ടുപിടിച്ച് ഓഫീസ് ലാപ്ടോപ്പിലാക്കി ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് ഇവിടെ വരുമെന്ന് പേടിച്ചാണ് മോളെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ എൻ്റെ മോളെ നാട്ടിൽ വിടാഞ്ഞവൻ. എൻ്റെ മോൾക്ക് ഒരാഗ്രഹമുള്ളായിരുന്നു 4 ദിവസത്തേക്ക് നാട്ടിൽ വന്ന് എൻ്റെ അമ്മയെ കാണണമെന്ന്. അവൻ പേടിച്ചാണ് ഇതെല്ലാം കൊണ്ടുവന്ന് പറയുന്നത്. അമ്മ വിഭജിക ഇത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞിരുന്നോ? സുഹൃത്തുക്കളോട്, അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നോ? എനിക്ക് കിട്ടണം. പറഞ്ഞില്ലല്ലോ മോളെ. സുഹൃത്തുക്കൾക്ക് അറിയായിരിക്കും. സുഹൃത്തുക്കൾക്ക് ആരാ? ഓഫീസിലാർക്കെങ്കിലും അറിയായിരിക്കും. അല്ലാതെ അവൾ ആരിക്കും തുറന്ന് സംസാരിക്കത്തില്ല. ഒന്നും തുറന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയല്ല മോളെ. അവള് വെറും പാവമായിരുന്നു മോളെ. അവള് പാവമായത് കൊണ്ടാണ് മോളെ അവള് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. അവള് പെറ്റതൊക്കെയല്ലേ ദുഃഖിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പൊ തീരാ ദുഃഖമായില്ലേ മോളെ അമ്മയ്ക്ക്? മതിയായി മോളെ. ഇനി എനിക്ക് ഒരാഗ്രഹമുള്ളു, എൻ്റെ മോളെ കാതകികളെ, അവളെയും അവൻ്റെ പെങ്ങളെയും ഈ നാട്ടിലെത്തിച്ച് കോടതി അങ്ങേ അറ്റത്തെ കോടതി നിശ്ചയിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതിനോടൊപ്പം ആ കുഞ്ഞുങ്ങളെ എൻ്റെ കൈക്ക് എനിക്ക് വിട്ടുതരണം. ഈ 2 കാര്യം, അങ്ങേ അറ്റത്തെ കോടതി വരെ വേണമെങ്കിലും എനിക്ക് പോകണം. എനിക്കതേ ഉള്ളു പറയാൻ. എൻ്റെ മോൾ അനുഭവിച്ച പീഡനങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ട്. ആ ഒരു ഫേസ്ബുക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയരുത് മക്കളെ. അത് കാണണം, നമ്മളെ നിയമം അത് കാണണം. അതിനുള്ള നീതി എനിക്ക് ലഭിക്കണം. അത്രയേ ഉള്ളൂ എനിക്കിനി പറയാൻ. എനിക്കിനി ഒന്നും കൂടുതൽ പറയാനില്ല മോളെ. ശരി അമ്മ, എന്തായാലും ആ ഒരു തരത്തിൽ അമ്മ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീതി ലഭിക്കേണ്ടതുണ്ട്. വിഭജികയുടെ ഘാതകരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ കേസിൽ പെടുത്തേണ്ടതുണ്ട്. അവർക്കെതിരെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൃത്യമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികളിലേക്ക് ഈ അമ്മയുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയോ അമ്മ? അവൻ പറയുന്ന എല്ലാം ഗൾഫിൽ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന്. അവൻ ബന്ധമൊഴിയുന്നതും ഗൾഫിൽ വഴിയാം. അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന്. എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. പറ്റത്തില്ല മോളെ. എൻ്റെ മോളെ നാട്ടിലാണ് ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തേ. ഇവനെയൊക്കെ നാട്ടിൽ തന്നെ കൊണ്ടുവരുത്തണം. നമ്മുടെ നാട്ടിലെ നിയമവും നീതിയും അങ്ങേ അറ്റം വരെ പോയി ഇവൻ്റെ മോളെ കാതകി എന്ന് പറയുന്ന അവളെ നാത്തൂനെ മുമ്പേ ശിക്ഷിക്കണം. അത് കഴിഞ്ഞു വേണം അവൻ്റെ അച്ഛനെ അവനെ ശിക്ഷിക്കാൻ.
അമ്മ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ അച്ഛനും ഈ സഹോദരിയും കൂടെ എന്താണ്, അവർക്കൊക്കെ ഈ സ്ത്രീധനം തന്നെയായിരുന്നോ പ്രശ്നം? അവർക്കൊക്കെ എല്ലാ പ്രശ്നവും ഉണ്ട്. എൻ്റെ മോളെ കാണുന്നതേ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ മോളെ കാണുന്നതേ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തിന് 15 വർഷം അവളെ കൂടെ നിന്നാന്ന് പറയുന്നവൻ ജീവിച്ചേ. പിന്നെ വിവാഹം കഴിപ്പിക്കണ്ടായിരുന്നല്ലോ മോളെ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഏത് ഫേസ്ബുക്ക് നോക്കിയാലും അറിയാം, എൻ്റെ മോളുമായിട്ട് ഒരു ഫോട്ടോ ഇല്ല. എല്ലാം പെങ്ങളും മോനുമായിട്ടേ ഉള്ളു. പെങ്ങളും മോനും, അത് മതി. പിന്നെ എന്തിന് എൻ്റെ മോളെ കല്യാണം കഴിച്ച്? പിന്നെ ലോകത്തുള്ള അവിടെ കേസ് വിലക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി ഡൈവേഴ്സിന് നോട്ടീസ് കൊടുത്തു. എൻ്റെ മോക്ക് മതിയായില്ലേ? വിലക്കുമെന്നറിയാം. ഇത്രയും രീതി ഇവിടെ അങ്ങനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പറച്ചത് ചെയ്തത്. വിവാഹം കഴിഞ്ഞ കാലം തൊട്ട് ഇവരെ പീഡനം ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ മോളൊന്നും എന്നെ അറിയിച്ചില്ല. ഒരു വാക്ക് അമ്മേ എനിക്കിവിടെ സഹിക്കാൻ വയ്യാത്ത കാര്യമുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ആ സഹോദരങ്ങളെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ഇല്ല മോനെ, അവളെ വെറുതെ വിടരുത്. ആ കാതകിയെ വെറുതെ വിടരുത്. ഇല്ലെങ്കിൽ എന്താ? അമ്മയുടെ ദുഃഖം മനസ്സിലാക്കുന്നുണ്ട്. ഒരേ അഭിപ്രായം അച്ഛന്. അയ്യോ എൻ്റെ പൊന്നുമോളെ. ശരി അമ്മ, എന്തായാലും അമ്മയുടെ ദുഃഖം മനസ്സിലാക്കുന്നുണ്ട്. പൊതുസമൂഹം അമ്മ ഉയർത്തിയ കാര്യങ്ങൾക്കൊപ്പം തന്നെ പിന്തുണയുമായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ എല്ലാ ശക്തിയും ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്. നീതി ഒടുവിൽ ലഭ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിഭജികയുടെ മരണവുമായി ബന്ധപ്പെട്ട അമ്മ ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. വിഭജികയെ ഭർത്താവ്, ഭർത്തൃപിതാവ്, ഭർത്തൃ സഹോദരി എന്നിവർ ചേർന്നുകൊണ്ട് കൊടിയ ശാരീരികവും മാനസികവുമായ പീഡനത്തിനിരയാക്കി സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു ഈ പീഡനം നടന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അമ്മ ഇപ്പോൾ തുറന്നു പറയുന്നത്. ആ സമയത്ത് അമ്മ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അമ്മ ശൈലജയാണ്, വിഭജികയുടെ അമ്മ ശൈലജയാണ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെയാണ് അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നുകൂടിയുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോയാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആ കുടുംബം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്.